ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരോടും കൂടി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ദൈവസുതരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. അത് നമ്മളുടെ ജീവിതത്തിന് അനുഭവമായി തീരട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് വിഷയീഭവിപ്പിക്കണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 21-31 വാക്യങ്ങളാണ്. The Gospel according to Saint Matthew chapter 6 verse 21 and verse 31. 21-ാം വാക്യം പ്രകാരം അത്രയും നാം വായിക്കുന്നത്: നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. For where your treasure is, there will your heart be also. 31-ാമത്തെ വാക്യം: ആകയാൽ എൻ്റെ തിന്നും എൻ്റെ കുടിക്കും എൻ്റെ ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. Therefore, do not be anxious. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നൽകിയതായി വിശുദ്ധ മത്തായി സാരോപദേശങ്ങൾ ക്രോഡീകരിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ഗിരിപ്രഭാഷണം എന്ന് നാം പറയുന്നതായിട്ടുള്ള വേദഭാഗം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-7 ഈ അധ്യായങ്ങളിലൂടെ നമുക്കെല്ലാം കൂടെ ക്രോഡീകരിച്ച് നൽകുകയാണ് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഈ ഗിരിപ്രഭാഷണങ്ങൾ 3 രീതിയിൽ മനസ്സിലാക്കാൻ കൊണ്ട് നമുക്ക് ഇടയാകട്ടെ. 1, ഗിരിപ്രഭാഷണം നമ്മളുടെ ജീവിതയാത്രയിൽ വഴിയാണ്. 2, ഗിരിപ്രഭാഷണം നമ്മളുടെ ജീവിതത്തിന് വഴിവിളക്കാണ്. 3, ഗിരിപ്രഭാഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നൽകപ്പെടുന്ന വഴിത്തിരിവുകളാണ്. ഡിറ്റൂർ ഇൻ അവർ ലൈഫ്. എന്താണ് ഈ 3 കാര്യങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? 1, ദൈവത്തിൻ്റെ വചനം നമ്മളുടെ വഴിയാണ്. അത് നമ്മുടെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമായിട്ട് കാണപ്പെടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു അവിടെ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 13-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മനുഷ്യ ജീവിതം ദൈവഹിതപ്രകാരം എങ്ങനെയാണ് ഈ ലോകത്തിൽ നയിക്കുവാൻ ഇടയായിട്ട് തീരേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന 2 സാദൃശ്യങ്ങളാണ്, സിംബൽസാണ് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് ഇടയാവുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞ് അത് വിവരിക്കുന്നതിനായി കർത്താവായ യേശുക്രിസ്തു ശ്രമിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്താം. പുറത്തെ കളഞ്ഞിട്ട് മനുഷ്യർക്ക് ചവിട്ടുവാനല്ലാതെ വേറെന്തിനാണ് അത് ഉപയോഗപ്രദമായിട്ട് തീരുന്നത്? ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുന്ന അവസരത്തിൽ ദ സോൾട്ടിനെസ്, ഉപ്പിൻ്റേതായുള്ള ഗുണവിശേഷങ്ങൾ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ കാണപ്പെടണം എന്നത് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അനേക പ്രസംഗങ്ങൾ ഈ വാക്യത്തെക്കുറിച്ചൊക്കെ നാം കേട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യകതയില്ല. എന്നാൽ വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദ സോൾട്ട്, ഉപ്പായിട്ട് ഈ ലോകത്തിൽ തീരുവാൻ കഴിയുന്നത് ഡിസിൻറ്റഗ്രേറ്റഡായി പോകുവാൻ കഴിയുന്നതായിട്ടുള്ള പദാർത്ഥങ്ങളെ, ചീഞ്ഞ് അഴിഞ്ഞ് ഇല്ലാതെയായി തീരുവാൻ കഴിയുന്നതായിട്ടുള്ള പദാർത്ഥങ്ങളെ അങ്ങനെ ചീഞ്ഞ് അഴിഞ്ഞ് നശിച്ചു പോകാതിരിപ്പാൻ്റെ കോണം, അതിൻ്റെ ഉണ്മയിൽ നിലനിർത്തുവാൻ്റെ കോണം, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ ഒരുമിച്ച് നിർത്തി സമഗ്രമായി പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ്റെ കോണം ഉപ്പിനെ സാധിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്.
ഉപ്പ് അപ്രകാരം പ്രയോജനമുള്ളതായിട്ട് തീരുന്നത് അതിൻ്റെ ഉണ്മയെ നിലനിർത്തുവാനായിട്ട് ഉപ്പ് പരിശ്രമിക്കുന്നതിലൂടെയല്ല, പിന്നെയോ അത് ചെലവുമായി അത് മറ്റ് പദാർത്ഥവുമായിട്ട് ചേർന്ന് ഇടപെട്ട് തൻ്റെ ഉണ്മ നഷ്ടമായാലും താൻ ഏത് പദാർത്ഥവുമായിട്ട് ഇടപെടുന്നുവോ ആ പദാർത്ഥം ചീഞ്ഞ് അഴിഞ്ഞ് നശിച്ചു പോകാതെ അതിനെ ഗുണമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം അത് ചേരുന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ്. ദൈവവചനം കേൾക്കുവാൻ ചേർന്ന് വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയാണിത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നാം ഇല്ലാതെയായി പോകാതിരിക്കണമെന്നുള്ളതല്ല, കൊള്ളാവുന്നതായിട്ട് തീരണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. പിതാവ് തന്നെ തന്നെ ഈ ലോകത്തിലേക്ക് നൽകിയ ഒരു വലിയ സ്നേഹത്തിൻ്റെ നിദർശനമാണ് കർത്താവായ യേശുക്രിസ്തു. പ്രൊഫസർ തോമസ് മാത്യുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചുള്ള വിചാരമാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലൂടെ പറയുന്ന അവസരത്തിൽ ആ സ്നേഹം മാറി നിൽക്കുന്നതായുള്ള സ്നേഹമല്ല, ആ സ്നേഹം താൻ ഇറങ്ങി വരുന്നതായുള്ള സ്നേഹമാണ്. ആ സ്നേഹം തന്നെ തന്നെ നിർത്തുന്നതിനായിട്ട് പരിശ്രമിക്കുന്ന സ്നേഹമല്ല, തന്നെ തന്നെ നൽകി കൊടുക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്. അലിഞ്ഞു ചേരുവാൻ്റെ കോണം നമ്മോട് സാദൃശ്യപ്പെട്ട് ഈ ലോകത്തിൽ സോളിഡാരിറ്റി പ്രഖ്യാപിക്കുവാൻ്റെ കോണം ദൈവം തന്നെ തൻ്റെ പുത്രനിലൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയാണ് നമുക്ക് കാണാനായിട്ടിടയാവുന്നത്. ഇവിടെ സ്വാഗത വാക്കുകൾ പറഞ്ഞതായിട്ടുള്ള അവസരത്തിൽ സജു ബി ജോൺസൺ പറയുകയുണ്ടായി, നമ്മളുടെ തിരുമേനി നിങ്ങളോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ രക്ഷ സഭയുടെ ഭാഗമായിട്ടുള്ള നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നത്. എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാനായിട്ടിടയാവുന്നത്? അത് മനസ്സിലാക്കുന്നതിന് സഹായമായി മറ്റൊരു കാര്യം ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിക്കട്ടെ. കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞിട്ടുണ്ട്, സഭ അതിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതയായിട്ട് തീരുന്നില്ല എങ്കിൽ ദൈവം തോറ്റുപോകുകയില്ല, ദൈവം അല്ലാതെ പ്രവർത്തിക്കും. അപ്പോൾ സഭയുടെ ദൗത്യം നിറവേറപ്പെടുന്നതിലൂടെയാണ് സഭ സഭയായിട്ട് തീരുന്നത്. ഈ ലോകം വീണ്ടെടുക്കപ്പെടണമെന്നും ഈ ലോകം രക്ഷിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിന് ഹൃദയവാഞ്ചയായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ അത് ഒപ്പിയെടുക്കുകയാണ്. അത് ഒപ്പിയെടുത്തതിന് ശേഷം അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ്റെ കോണം ദൈവമക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പും ഈ ലോകത്തിൻ്റെ രക്ഷയും അല്ലാതെ മറ്റൊരു അജണ്ട ദൈവമക്കൾക്ക് ചിന്തിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുവാൻ്റെ കോണം ഇടയാവുന്നത്. നാം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നാശം ലോകത്തിനാണ്, അതിന് കാരണം നമ്മളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷ ആരാണ് അനുഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ലോകത്തിലുള്ളതായിട്ടുള്ള മറ്റാളുകളല്ല, പിന്നെ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിൽ നമ്മെ നിയോഗിച്ചതായുള്ള നാം ഓരോരുത്തരും ആ ദൗത്യം നിറവേറാതിരിക്കുന്ന അവസരത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. ആ ശിക്ഷ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അനുഭവിപ്പാൻ സ്വർഗോന്നതി വിട്ട് താഴേക്ക് ഇറങ്ങി വന്നവനാണ് ദൈവപുത്രൻ കർത്താവായ യേശുക്രിസ്തു. യാതൊരു കലവറയും കൂടാതെ, യാതൊന്നും മാറ്റിവെക്കാതെ സകലതും ക്രൂശിൽ മരിക്കുന്നതിനായിട്ട് നൽകി. മരിച്ചു, ക്രൂശിൽ അടക്കി മൃതരിൽ ഒരുവനായിട്ട് തീരുന്നു. എന്നാൽ അത് അവസാനമല്ല എന്നതാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ഗോതമ്പുണ്ടി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് കർത്താവെ പ്രഘോഷിച്ചത് അതിൻ്റെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ്. ഒരു അംശം പോലും മാറ്റിവെക്കാതെ സകലതും നൽകി ശരീരം മുറിച്ച് രക്തമൊഴുക്കി മരിച്ചു. മരിച്ചതിലൂടെ
ലോകത്തിൻ്റെ വീണ്ടെടുപ്പ്, പ്രകൃതിയുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തതായുള്ള പുത്രനാണ് നമ്മുടെ ഗുരു. ആ ഗുരുവാണ് പറയുന്നത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനും നാം ആ കർത്താവിൻ്റെ ശരീരമായിട്ട് തീരുന്നതിനും ക്രിസ്തു മനോഭാവമുള്ളവരായി, ഭാവമുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനും വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നാം ഓർക്കുന്നതായിട്ടുള്ള, മനസ്സിലാക്കുന്ന, സമർപ്പിതരാകുന്ന ഒരവസരമാണ് കൺവെൻഷൻ്റേതായിട്ടുള്ള അവസരം. യു ആർ ദ സോൾട്ട് ദി എർത്ത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാനായിട്ട് പാടില്ല. വിളക്കെ കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത്. അപ്പോൾ അത് അവിടെ എല്ലാവർക്കും പ്രകാശം നൽകുന്നതായിട്ട് തീരുന്നു. ഒരു വാക്യം കൂടെ കർത്താവ് പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വെളിച്ചം ലോകത്തിൽ പ്രകാശിക്കുന്നതിനായിട്ടുള്ളതാണ്. നമ്മുടെ ആരാധനയിൽ മെഴുകുതിരി കത്തിക്കുന്നത് നാം കാണാറുണ്ട്. എന്നാൽ മെഴുകുതിരി കത്തുന്നത് മാത്രമല്ല കാണുന്നത്, മെഴുകുതിരി ഉരുകുന്നതും കൂടെ കാണാറുണ്ട്. മെഴുകുതിരി ഉരുകി ഇല്ലാതെയായിട്ടിരുന്ന അവസാന നിമിഷം വരെയും ഫങ്ഷൻ ഒന്നാണ്, ചുമതല ഒന്നാണ്, ഉത്തരവാദിത്വം ഒന്നാണ്, പ്രകാശം നൽകുക. ഇരുട്ടിനെ അകറ്റുവാൻ്റെ കോണം പ്രകാശം നൽകിക്കൊണ്ടിരിക്കുക. സുവിശേഷ ഭാഗങ്ങൾ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇരുള് എന്ന് പറയുന്നത് പാപത്തിൻ്റെതായുള്ള സിമ്പലാണ്. പാപത്തെ അകറ്റുവാൻ്റെ കോണം, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതായുള്ള നമുക്ക് ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായുള്ള ദൗത്യത്തെക്കുറിച്ചാണ് ആ ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. പാപമില്ലാത്തൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങി എന്നത് ദൈവത്തിനെ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, ഓരോ ആരാധനയിലൂടെയും നാം ഇത് ഉരുവിടുന്നതായുള്ള അവസരത്തിൽ ഈ വഴിയിലൂടെ നടക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പാപപങ്കുലമായുള്ള ഈ ലോകത്തിൽ പാപമില്ലാത്തവനായിട്ട് ജീവിക്കുക. പാപപങ്കുലമായുള്ള ഈ ലോകത്തിൽ പാപത്തിൻ്റെ നശീകരണ ശക്തിയെല്ലാം ദൂരത്താക്കുവാൻ്റെ കൊണ്ട്, അന്ധകാരത്തെ ദൂരത്താക്കുന്നതായുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ട് തീരുവാൻ്റെ കോണം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുന്നത് ഇപ്രകാരം നമ്മുടെ വഴി എന്ത് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്, പർവ്വത പ്രസംഗം എന്ന് നാം പറയുന്നത്, നാം ജീവിക്കേണ്ടതായുള്ള വഴി എന്താണ് എന്ന് നമുക്ക് വെളിവാക്കി തരുന്നതായിട്ടുള്ളതാണ്. ഈ വഴിയെ കൂടുതൽ ദീപ്തമാക്കി തീർക്കുവാൻ്റെ കാരണം കർത്താവിൻ്റെ സാരോപദേശങ്ങൾ സഹായമായിട്ട് തീരുന്നുണ്ട്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. യേശു ഈ ലോകത്തിൽ പ്രസംഗിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീരെന്നാണ് കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ചത്. ആ ദൈവരാജ്യത്തെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് ഇടയായിട്ട് തീരണമെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്നതായിട്ടുള്ള പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതായുള്ള നീതിയുള്ളവരായിട്ട് നിങ്ങൾ തീരണം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം ലഭിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം ലഭിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ അന്ധകാരത്തെയും മാറ്റിക്കളയുവാൻ്റെ കൊണ്ടിടയാകണം. നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ നീതി എല്ലാ അനീതിയെയും അകറ്റുന്നതായുള്ള നീതിയായിട്ട് തീരണം. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ കാണപ്പെടുന്നതായുള്ള ശാസ്ത്രിമാർ, പരീശന്മാർ എന്ന് പറയുന്നതായുള്ള നേതൃത്വത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതായുള്ള നീതിശാസ്ത്രത്തെ കവിയുന്നതായുള്ള നീതിശാസ്ത്രം നിങ്ങളുടെ ജീവിതത്തിലുള്ളവാകുവാൻ്റെ കാരണം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നത് കർത്താവായ യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പർവ്വത പ്രസംഗം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായുള്ള വഴിത്തിരിവുകളാണ്. ഈ ലോകത്തിൽ ലൗകികമായിട്ട് ജീവിക്കുന്നവർ, ജഡികമായിട്ട് ജീവിക്കുന്നവർ, തന്നിഷ്ടക്കാര്, ആദ്യമായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെയും ജീവിതശൈലിയും ഒക്കെ കണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നത് കർത്താവെ സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രത്യേക ജീവിത സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള വഴിത്തിരിവ് എന്താണ്
സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം ഒരു ഉദാഹരണമാണ്. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അവിടെ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും ഇത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. അങ്ങനെയാണ് കർത്താവ് ഓരോ പ്രാവശ്യം പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ദുഷ്ടനോട് എതിർക്കാതെ ജീവിപ്പാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം. ദുഷ്ടനോട് എതിർക്കരുത് എന്ന് പറയാണ്. പക കാട്ടുന്നവർ, വിദ്വേഷം കാട്ടുന്നവർ, നിങ്ങളുടെ ജീവിതത്തിന് ഇടർച്ച വരുത്തുന്നതായുള്ള ആളുകൾ, ഇവരെയെല്ലാം നിങ്ങൾ കാണുന്നതായുള്ള അവസരത്തിൽ നിങ്ങൾ ദുഷ്ടനെ നശിപ്പിക്കുവാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. പിന്നെയോ ദുഷ്ടനിൽ പ്രവർത്തിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെയും ദുഷ്ടനെ രൂപാന്തരം പ്രാപിക്കുവാൻ കഴിയുന്നതായുള്ള രൂപാന്തരത്തെയും കാണുവാനായിട്ട് നിങ്ങൾക്കിടയായിട്ട് തീരണം. കാലം ചെയ്ത ഫിലിപ്പോസ് മാർ ക്രിസ്തോസ്റ്റം തിരുമേനി പല പ്രാവശ്യം ലോകത്തോട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വാക്കുകളാണ്, പ്രസംഗങ്ങളാണ്. ദൈവം സൃഷ്ടിച്ചതായുള്ള എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെതായുള്ള ഒരു അംശമുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ അവനിൽ നല്ല അംശവും കൂടിയിരിക്കുന്നുണ്ട്. നാം പലപ്പോഴും കാണുന്നത് മറ്റുള്ളവരുള്ള ദുഷ്ടതയാണ്, മറ്റുള്ളവരുള്ള ദോഷത്തെയാണ്, അവരുടെയുള്ള കുറവുകളെയാണ്, ന്യൂനതകളെയാണ്. അങ്ങനെ ഓരോരുത്തരെയും ടാഗ് ചെയ്യുവാൻ്റെ കോണം, അങ്ങനെ ഓരോരുത്തരെയും ചാപ്പ് കുത്തുവാൻ്റെ കോണം ശ്രമിക്കുന്നതായുള്ളൊരു മനുഷ്യ പ്രവണതയാണ് മനുഷ്യർ കാണാനായിട്ടിടയാവുന്നത്. എന്നാൽ ദുഷ്ടനിലും കുടികൊള്ളുന്നതായിട്ടുള്ള ദൈവികമായുള്ള അംശത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമെങ്കിൽ ദുഷ്ടതയെ അകറ്റുന്നതിനായിട്ടും ദുഷ്ടനെ വീണ്ടെടുക്കുന്നതിനായിട്ടും അവൻ്റെ ജീവിതത്തിൽ അവനെ വളർന്നു വന്ന് പ്രകാശം നൽകുവാൻ്റെ കോണം ഇടയാവുന്ന ജീവിത സാഹചര്യത്തെ നൽകി കൊടുക്കുന്നതിനായിട്ടും നമുക്കിടയായിട്ട് തരണം. അതാണ് ദൗത്യം. കാലം ചെയ്ത ജോസഫ് മാർത്തോമാ തിരുമേനി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്, നാം ആരും സാഹചര്യങ്ങളുടെ അടിമകളായിട്ട് തീരരുത്. പിന്നെ എന്ത് വേണം? നൽകിയിരിക്കുന്നതായുള്ള ജീവൻ്റെ സമൃദ്ധിയായുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ്റെ കോണം എനിക്കും മറ്റുള്ളവർക്കും ആവശ്യമായുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള, നിർമ്മാണം ചെയ്യുന്നതായിട്ടുള്ള ആളുകളായിരിക്കണം നാം ഓരോരുത്തരും. ഒരു ഗുരു വഴികാട്ടുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ജീവിതത്തിലൂടെ വഴികാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ഈ ലോകത്ത് വഴികാട്ടുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ സാരോപദേശങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന അവസരത്തിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ നാം കണ്ടുമുട്ടുന്നതായുള്ള ഒരു സഹോദരൻ, അവൻ നല്ലവനോ ദോഷമുള്ളവനോ ആയിക്കൊള്ളട്ടെ, നല്ലവനോ ദോഷമുള്ളവനോ ആയിക്കൊള്ളട്ടെ, അവൻ്റെ ദുഷ്ടതയെ സ്വീകരിക്കാനായിട്ടല്ല കർത്താവ് പറയുന്നത്. എന്നാൽ ദുഷ്ടനോട് നീ എതിർക്കരുത്, കാരണം അവനും വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അവനും വീണ്ടെടുക്കപ്പെടേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. അവനെ വീണ്ടെടുക്കുന്നതായിട്ടുള്ള ചുമതലയും ഉത്തരവാദിത്വമൊക്കെ ദൈവം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അറിവുകളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രയോ കാര്യങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ വിരൽത്തുമ്പത്തെ എത്തിച്ചേരുന്നത്. എന്നാൽ ഈ അറിവുകൾ അതിൽ തന്നെ ഒരു അന്തമല്ല, അത് നമ്മെ രക്ഷിക്കുകയില്ല, വീണ്ടെടുക്കുകയുമില്ല. പിന്നെയോ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നതായുള്ള പരിജ്ഞാനത്തിലേക്ക് പ്രവേശിപ്പാൻ്റെ കോണിടയാവണം. നല്ലതും തിന്മയായിട്ടുള്ളതും ദോഷമായിട്ടുള്ളതും ഇതൊക്കെ തിരിച്ചറിയുന്നതായിട്ടുള്ളൊരു പരിജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരണം. ദൈവികമായുള്ള ശുശ്രൂഷയും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മുറുകെ പിടിക്കുവാൻ്റെ കോണം ഇടയായി തീരുന്നതിലൂടെ ഈ ലോകത്തിനെ കാട്ടുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഈ 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുന്ന അവസരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത് പല കാര്യങ്ങളാണ്. ഭിക്ഷ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം നമ്മളുടെ ചിന്ത? പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഉപവസിക്കുമ്പോൾ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ പറയുന്നതായുള്ള ഭാഗത്താണ് നിന്റെ നിക്ഷേപത്തെക്കുറിച്ചും കർത്താവ് പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. തുടർന്നുള്ളതായുള്ള വാക്യങ്ങളിലൂടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് കർത്താവ് പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നു. ഏത് മനുഷ്യരെയും ഈ ലോകത്തിൽ നാം കാണുന്നതായുള്ള അവസരത്തിൽ അവൻ്റെ പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിതം, ശരീരം ഉണ്ട് എന്നത് മനസ്സിലാക്കാം.
മെറ്റീരിയലായിട്ടുള്ള ഒരു ബീയിങ് അവനിൽ കാണുവാനായിട്ടിടയാകും. അതേ അവസരത്തിൽ തന്നെ അവൻ്റെ ആത്മീയത ഉളവാകുവാൻ്റെ കോണം ദൈവത്തിന് ആത്മാവെ പരിവർത്തിക്കുന്നതായുള്ള സാഹചര്യവും. ഏത് മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് സൃഷ്ടിക്കുന്നതെന്ന് മറക്കരുത്. ആ മനുഷ്യനിലെ നൽകപ്പെട്ടിരിക്കുന്നതായുള്ള പരിശുദ്ധാത്മാവ് നഷ്ടമാകരുത് എന്നത് നാം ആവർത്തിച്ച് ഓർക്കുകയും ആചരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നതല്ലെന്നാണ്. നമ്മുടെ സഭയുടെ ആചാരങ്ങൾ ആദ്യോടന്തം നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഏത് സന്ദർഭത്തിലും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളുണ്ട്. നിത്യപ്രാർത്ഥനയില്ലെന്നുണ്ട്. ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കുന്നതായുള്ള അവസരത്തിൽ കൺഫർമേഷൻ ഉണ്ട്. അവിടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ഒരാൾ ശമാശ സ്ഥാനത്തെ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കശീശ സ്ഥാനത്തെ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ബിഷപ്പാകുന്നതായിട്ടുള്ള അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ ആത്മാവെ നമ്മിൽ വസിക്കണമെന്നും ദൈവത്തിൻ്റെ ആത്മാവെ നമ്മിൽ പ്രവർത്തിക്കണമെന്നും ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി ഈ ലോകത്തിൽ നാം ഓരോരുത്തരും ജീവിക്കണമെന്നും ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളായുള്ള നാം ആഗ്രഹിക്കുന്നു. സഭ അതിനെ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ മുമ്പേ അറിവിൻ്റെ ലോകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. കോവിഡിൻ്റെ കാലഘട്ടം നമ്മയെല്ലാം വളരെയധികം ഞെടുക്കിയതായുള്ള കാലഘട്ടമാണ്, ഞെട്ടിച്ചതായുള്ള കാലഘട്ടമാണ്. അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മളുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടു. നമ്മൾ പലരും രോഗികളായിട്ടെത്തുന്നു. രോഗികളായിട്ട് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ദൈവം നൽകിയതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏറെയാണ്. അത് വിസ്മരിക്കരുത്. ഒരു കുഞ്ഞിന് പോലും ഇലക്ട്രോണിക് യുഗത്തിലെ അതിൻ്റെ ഗാഡ്ജറ്റ്സ് എന്ന് ഉപയോഗിക്കുവാൻ്റെ കൊണ്ടുള്ള പരിജ്ഞാനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങളോട് ചോദിച്ച പല കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുവാനായിട്ട് കഴിയുന്ന യുഗത്തിലായിട്ട് നാം തീർന്നിരിക്കുകയാണ്. ഇലക്ട്രോണിക് യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗമാണ് എന്ന് നാം പറയുന്ന അവസരത്തിൽ ഇലക്ട്രോണിക് സംവിധാനം നമ്മോട് പറയുകയാണ്, മനുഷ്യനേക്കാൾ മെച്ചമായിട്ടുള്ളത് ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. യന്ത്ര സംവിധാനങ്ങൾക്ക്, സാങ്കേതിക വിദ്യയ്ക്ക് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെക്കാൾ ഉന്നതമായിട്ടുള്ളത്, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ചെയ്യുന്നതിനായിട്ട് കഴിയും. മനുഷ്യനെ റീപ്ലേസ് ചെയ്യാം, മാറ്റിവെക്കാം എന്ന് പറയുന്നതായുള്ള സാഹചര്യത്തിലേക്ക് മനുഷ്യൻ്റെ ബുദ്ധിതലത്തിലൂടെ എല്ലാം ഇന്ന് ലോകം പ്രവേശിച്ചേ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലോകം മനുഷ്യനെ തിരസ്കരിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായുള്ളൊരു പ്രവണത ഒരു ഭാഗത്തൂടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ വേദപുസ്തകത്തിലേക്ക് നാം തിരിയേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ തിരസ്കരിക്കുകയല്ല, നമ്മെ സ്നേഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ വേണം എന്ന് പറയുകയാണ്, വേണ്ട എന്ന് പറയുകയല്ല. നിൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഈ കാലഘട്ടത്തിലും നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എത്ര തന്നെ ഭൗതികമായിട്ട് ഉയർന്നു എന്ന് പറയുന്നതായുള്ള അവസരത്തിലും ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുതലിനെയും ആ കരുതലിലൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള തന്നിട്ടുള്ളതായിട്ടുള്ള വിഭവങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനൊക്കെ നമുക്കിടയായിട്ട് തീരും. കർത്താവായ യേശു ക്രിസ്തു ശമരിയ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ വെള്ളം കോരുവാനായിട്ട് വന്നതായുള്ള ശമരിയാക്കാരത്തെ സ്ത്രീയോടെ പറയുന്നത്, നീ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ദൈവത്തിൻ്റെ ദാനമാണ്. നീ ദൈവത്തിൻ്റെ ദാനമെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നിനക്ക് ജീവനുള്ള വെള്ളം തരുവാൻ കഴിയുന്നതായുള്ള എന്നോട് ജീവനുള്ള ജലം ചോദിക്കുമായിരുന്നു. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിന് മാറ്റം വരാത്തതായിട്ടുള്ള സജ്ജീകരണത്തെ ദൈവം നൽകിയിരിക്കുന്നത് അത്രേ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. പ്രോവിഡൻസ് ഓഫ് ഗാഡ്, ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ ആവശ്യമുള്ളത് എല്ലാം നൽകുവാൻ്റെ കോണം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ളൊരു ദൈവമാണ്. മഹാത്മാഗാന്ധിയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതത്തെ ഒഴിഞ്ഞുവെക്കുകയും ചെയ്തതായുള്ള സാഹചര്യത്തിൽ പറയുന്നതിനായിട്ടിടയായിത്തീർന്നത്, there is enough in this world for the people who are in need, but not so for the greedy. ഈ ലോകത്തിൽ മനുഷ്യനെ ആവശ്യമായിട്ടുള്ളതെല്ലാം ലഭ്യമായി തീരുന്ന വിഭവങ്ങളെ ദൈവം ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അത് സ്വന്തമാക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഗ്രീഡി ആയിട്ടുള്ള മനുഷ്യനെ പോലെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതല്ല ഈ ലോകം എന്നത് പറയുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്.
ഇവിടെയാണ് മനുഷ്യനെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മനുഷ്യൻ്റെ വിചാരങ്ങൾ പ്രാധാന്യം അറിയിക്കുന്നതായുള്ള 3 കാര്യങ്ങൾ: എൻ്റെ തിന്നും, എൻ്റെ കുടിക്കും, എൻ്റെ ഉടുക്കും. ഇത് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടതായുള്ള ആവശ്യകതയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. കാരണം കർത്താവ് തന്നെ സൂചിപ്പിക്കുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എന്നാൽ അതിന് വേണ്ടതെല്ലാം നൽകി അതിനെ പുലർത്തുന്നതായുള്ള ദൈവമുണ്ട്. വയലിലെ താമരയെ നോക്കുവിൻ, ശലോമോൻ പോലും അതിൻ്റെ സൗന്ദര്യത്തോളം ചമഞ്ഞിരുന്നില്ല എന്നത് കർത്താവ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആകാശത്തിലെ പറവകൾക്ക് ആഹാരം നൽകുന്നതായുള്ള ദൈവം ഒരുക്കിയിരിക്കുന്നതായുള്ള ആഹാരം കണ്ടെത്തുവാൻ കാരണം അത് പറന്ന് പോയി കണ്ടെത്തുക എന്നത് അതിൻ്റെ ചുമതലയാണ്. അതുപോലെ തന്നെ ഈ മണ്ണുകൾ ദൈവം നൽകിയിരിക്കുന്നതായുള്ള ധാതുക്കൾ എന്താണ് തനിക്ക് ആവശ്യമെന്നത് മനസ്സിലാക്കി വേരുകൾ അവിടേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ സ്വാംശീകരിക്കുന്നതിലൂടെയാണ് മനോഹരമായുള്ള പൂക്കൾ ഈ ലോകത്തിൽ വിരിയിക്കുവാൻ കൊണ്ടിടയാവുന്നത്. മറ്റൊന്നും വേണ്ട, ഈ പ്രകൃതിയിൽ ഇരുന്ന് പ്രകൃതിയിൽ ദൈവം നൽകിയിരിക്കുന്നതായുള്ള പാഠങ്ങളെ പഠിക്കുവാൻ കൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുവെങ്കിൽ എത്രയോ വിലയേറിയതായുള്ള പാഠങ്ങളാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. മനോഹരമായ പുഷ്പങ്ങൾ ഇവിടെ നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ, മേശമേൽ അത് സൗന്ദര്യമുള്ളതാക്കി തീർക്കുമ്പോൾ, അത് വളരുന്നതായൊരു ചെടിയിൽ അതിൻ്റെ വേരിനെക്കുറിച്ചോ അതിൻ്റെ തണ്ടിനെക്കുറിച്ചോ അതിൻ്റെ ഇലയെക്കുറിച്ചോ ഒക്കെ നമുക്ക് പല കാര്യങ്ങളാണ് മാറ്റി പറയുന്നതിനായിട്ട് കഴിയുമെങ്കിൽ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഒരു മുട്ട വരികയും ആ മുട്ടിൽ നിന്ന് അത് വിടർന്ന് വളരെയധികം വർണ്ണ ശോഭയുള്ളതായുള്ളൊരു പുഷ്പമായിട്ട് തീരുകയും ചെയ്യുന്നത്. ഓരോ പുഷ്പവും നോക്കുന്ന അവസരത്തിൽ നമ്മളുടെ മനസ്സിനെ അത് വളരെയധികം ആശ്ചര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം അന്ധാളിച്ച് നിന്ന് പോകും. ഇങ്ങനെയുണ്ടൊരു മനോഹാരിത, ഇങ്ങനെയുണ്ടൊരു സൃഷ്ടി വൈഭവം, ഇങ്ങനെയുണ്ടോ ഒരു രീതി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതായുള്ള ചിന്തകളാണ്. എന്നാൽ അത്രയും വളരെ മൈന്യൂട്ടായിട്ട് സൂക്ഷ്മതയോടുകൂടി അതിനെയൊക്കെ ചമയിക്കുന്നതിനായിട്ടും അതിനെ നിറമുള്ളതാക്കി തീർക്കുന്നതിനായിട്ടും സൗരഭ്യം നൽകുന്നതിനായിട്ടും പ്രയോജനമുള്ളതാക്കി തീർക്കുന്നതിനായിട്ടും ആഗ്രഹിക്കുന്നതായൊരു ദൈവം ഉണ്ട് എന്നത് കർത്താവ് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ആകാശത്തിലെ പറവകളെ പോറ്റുന്നതായുള്ള ദൈവം, വയലിലെ താമരയെ ചമയിക്കുന്നതായുള്ള ദൈവം, മനുഷ്യ നിൻ്റെ ഈ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ആ ദൈവം അറിഞ്ഞ് നിനക്ക് ആവശ്യമായുള്ള നൽകി തരുവാൻ്റെ കാരണം ദൈവം നിനക്കായിട്ട് കരുതുന്നുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് വിചാരപ്പെടരുത് എന്നത്. ഡോണ്ട് വറി. എന്താണ് ആവശ്യം? ട്രസ്റ്റ് ഗോഡ്. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക. ദൈവം തന്നെ പുലർത്തും എന്നത് ജീവിതത്തിൽ മനസ്സിലാക്കുവാണ്ടൊക്കെ ഇടയായിട്ട് തീരുക. എന്നെ കേൾക്കുന്നതായുള്ള പ്രിയജനമേ, ഒരു നിമിഷം നമ്മുടെ മനസ്സിനോട് നമുക്ക് ചോദിക്കാം, ഇതാണോ എൻ്റെ ജീവിതത്തിൻ്റേതായുള്ള ശൈലി? ഇതാണോ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതായുള്ള ശൈലി? ഇതാണോ എൻ്റെ ഭവനത്തിലെ കൊച്ചുമക്കൾ പഠിച്ച് വളരുന്നതായുള്ള ശൈലി? ദൈവം നമ്മെ പുലർത്തുവാണ്ടൊക്കെ മതിയാനായിട്ട് കൂടെയുണ്ട് എന്നും ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുകയാണ് ആവശ്യമെന്നതും അനുഭവത്തിലൂടെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ്റെ ഇന്ന് നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നാലും എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരുന്നു. മലബാറിൽ നിന്ന് ഞാൻ കോട്ടയത്തെ പോയി താമസിക്കുന്നതായുള്ള ഒരു ദിവസം ബഥേൽ അരമനയിൽ താമസിച്ച് കിടക്കുന്നതായുള്ള മുറിയിൽ നിന്ന് ഞാൻ ഉണർന്ന് എഴുന്നേൽക്കുന്നത് തൊട്ടടുത്തുള്ളതായുള്ളൊരു കുടിലിൽ ഒരു ദരിദ്രനായുള്ള മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതായുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ടാണ്. ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ആ മനുഷ്യൻ ഒരു പക്ഷേ ആ ദിവസത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാനായിട്ട് പാടില്ല. ഇല്ല എന്നത്ര ഞാൻ വിചാരിക്കുന്നത്. എങ്കിൽ പോലും തൻ്റെ ജീവിതത്തെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പുലർത്തുന്നതായുള്ള ദൈവത്തെ ജീവിതാനുഭവത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്നുള്ളതായുള്ള വിശ്വാസം അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ട്. ആ പരിപൂർണമായ ആശ്രയത്തോടുകൂടി ജീവിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് അദ്ദേഹത്തിൽ കാണുവാനായിട്ട് കഴിയുമെങ്കിൽ എത്ര അധികമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണപ്പെടേണ്ടത് എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പൊസഷൻസ് ഈ ലോകത്തിൽ മനുഷ്യനെ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. മൂലധന നിക്ഷേപം ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിഭാസമാണ്. സ്ഥിര നിക്ഷേപം, സ്റ്റോക്ക് മാർക്കറ്റ്,
മ്യൂച്വൽ ഫണ്ട്, ബിസിനസ്, ലൈഫ് ഇൻഷുറൻസ് ആദ്യമായിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് മനുഷ്യനെ ഇന്ന് ചമയിച്ച് വെച്ചിരിക്കുന്നത്. ഈ ലോകത്ത് അധ്വാനിക്കുവാനായിട്ട് മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നാമും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അവർക്ക് പഠിക്കുന്നതിനായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ താലന്തുകൾ ഉപയോഗിച്ച് ചുമതലകൾ ഏറ്റെടുത്ത് അവർ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രവർത്തന രംഗത്തേക്ക് അവരെ അയക്കുവാനായിട്ട് നമ്മെ ഒരുമ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സമൂഹത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ നാം ജീവിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ദൈവം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി നൽകുന്നതായിട്ടുള്ള സമ്പത്തിനെ വിനിയോഗിക്കുവാൻ കൊണ്ട് നമുക്കിടയായിട്ട് തീരേണ്ടത് എന്നത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ നാം ചേർന്ന് വരുന്ന അവസരത്തിൽ, ഓരോ അവസരത്തിലും ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്കിടയാകിട്ട് തീരുമ്പോൾ എനിക്കും എനിക്കുള്ളവയും എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതായുള്ള സകലതും ദൈവത്തിൻ്റേതാണ് എന്നത് ഉറപ്പിച്ച് പറയുവാൻ്റെ കൊണ്ട് നമുക്കിടയായിട്ട് തീരുമോ? ദൈവം എനിക്ക് തന്നിട്ടുള്ളതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ്റെ കോണം ദേവാലയത്തിലേക്ക് വരുന്നതായുള്ള അവസരത്തിൽ തിരശ്ശീല മാറ്റി ത്രോണോസിലെ കുരിശിന് അഭിമുഖമായി കണ്ടുകൊണ്ട് കയറി വരുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള മണവാളനും മണവാട്ടിയും ജീവിതത്തിൽ ഓർക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുന്നത്, ഈ ബന്ധം, എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ട്ണർ ദൈവം നൽകിയതാണ്, ദൈവം നൽകുന്നതാണ്. അതിനെ സ്വീകരിക്കുവാനായിട്ടാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഇടയായിത്തീരുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ, ആയിത്തീരേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനായിട്ട് പ്രബോധനം നൽകിയത് ഇന്നും നാം വായിച്ച് കേൾക്കുകയുണ്ടായി. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന പ്രകാരമാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്നതായുള്ള നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനായിട്ട് ഇടയാവണം. നമ്മളുടെ സഹോദരങ്ങൾ പൊങ്കാലയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ, കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് ശേഷമാണ്, കൊയ്ത്തിന് ശേഷമായിട്ടാണ് അവർ ക്ഷേത്രത്തിലേക്ക് അവർക്ക് ലഭിച്ചതായുള്ള വിളയിൽ നിന്ന് നാണ്യങ്ങളുമായിട്ട്, വിളയുമായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. അവരവിടെ ചെന്ന് ഉണ്ടാക്കുന്നതായിട്ടുള്ള പായസം, നമ്മുടെ ഭാഷയിൽ പറയുകയാണ്, അവർ പൊങ്കാല എന്ന് പറയും. അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അത് തീ കത്തിക്കണം, അതിൽ വെള്ളം തളിക്കണം, അങ്ങനെയൊക്കെ വിശദീകരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി അത് കൊണ്ടുപോകുന്നതായിട്ടുള്ള അവസരം. വീട്ടിലേക്ക് പോകുകയാണ്. ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നെത്തുന്നവരെ വഴിയിൽ കാണുന്നതായിട്ടുള്ള എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുവാൻ്റെ കോണം താല്പര്യപ്പെട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അന്നേരം ആ വീട്ടിൽ വരുന്ന എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുവാനായിട്ടുള്ള താല്പര്യം അവർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്നതായുള്ള സമൃദ്ധി നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ദൈവത്തിൻ്റേതാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ജീവിപ്പാനും ചെലവഴിക്കുവാനും ആഗ്രഹിച്ച് നൽകപ്പെട്ടിരിക്കുന്നതായുള്ള നിക്ഷേപങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ കാര്യങ്ങളിൽ എന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമോ? വിളവെടുപ്പ് ഉത്സവമായി നാം കൊണ്ടാടുകയും കൊയ്ത്തുത്സവത്തിനായിട്ട് പള്ളികളിലൊക്കെ ചേർന്ന് വരികയും ചെയ്യുന്ന അവസരത്തിൽ ഇതാണ് പറയേണ്ടത്, എല്ലാം ദൈവത്തിൻ്റേതാണ്. ദൈവം എനിക്ക് തന്നതായിട്ടുള്ള വകയാണ്. സമ്പാദ്യമായിട്ട് എനിക്കുള്ളതായിട്ടുള്ള ശമ്പളമോ എൻ്റെ ബാങ്ക് ബാലൻസോ എൻ്റെ വസ്തുക്കളോ എല്ലാം, ഇതെല്ലാം ദൈവം എനിക്ക് തന്നതാണ്. അത് ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ. എനിക്കതിന് കാര്യവിചാരത്തെ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് ദൈവത്തിൽ തന്നെ പഠിച്ച് ഉപയോഗിപ്പാൻ്റെ കോണം ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദൈവദിനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു ധനവാനായിട്ടുള്ള മനുഷ്യനെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞു, ദ റിച്ച് ഫൂൾ. കാരണം അവനെ അവസാനം കർത്താവ് വിളിക്കുന്നത് മൂഢ എന്നതാണ്. എന്താണ് സംഭവം? അവനെ വിചാരിച്ചതിലൊക്കെ അപ്പുറമായിട്ട് തൻ്റെ കൊയ്ത്തിൽ നല്ല വിളവുണ്ടായി. ആ വിളവെല്ലാം കൂടെ ശേഖരിച്ച് വയ്ക്കുന്നതിനായിട്ട് തൻ്റെ കളപ്പുര പോരാ എന്നത് മനസ്സിലാക്കിയ അവസ്ഥയിൽ അത് പൊളിച്ച് വലുതെല്ലാം പണിതു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടുവോളമുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇങ്ങനെ പറയുന്നതായാലും ഒരു മനുഷ്യനോടാണ് കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്നത്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ ഈ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? മനുഷ്യ ജീവിതത്തിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണമില്ല, ദൈവത്തിനാണ് നിയന്ത്രണം. മനുഷ്യ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നമുക്ക് നിയന്ത്രണമില്ല, ദൈവത്തിനാണ് നിയന്ത്രണം. തീർച്ചയാണ് ആശുപത്രികളിലെ മരുന്ന്, ഡോക്ടേഴ്സ്, ഇതെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കുവാനായിട്ടും നിർത്തുവാനായിട്ടും പരിശ്രമിക്കുന്നതായുള്ള പരിശ്രമങ്ങളാണ്. എന്നാലും എല്ലാവരും മരിക്കുന്നുണ്ട്.
ഈ ലോകത്തിൽ ജനിച്ചതായുള്ള ഓരോരുത്തരും മരണം വഴിയായിട്ട് പോകുന്നു എന്നുള്ളതായുള്ള യാഥാർത്ഥ്യത്തെ എല്ലാവരും ഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ മരണം എപ്പോൾ വരുമെന്നും ആർക്ക് വരുമെന്നും എങ്ങനെ വരുമെന്നും നിർണ്ണയിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. ജീവിക്കുന്നെന്നോ മരിക്കുന്നെന്നോ ഒക്കെ പറയുവാനായിട്ട് കഴിയുന്നതായുള്ള സംവിധാനം നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ താക്കോല് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ നിൻ്റെ ജീവിതം എങ്ങനെയാണ്, നാളെ നിൻ്റെ ജീവിതം എങ്ങനെയാണ്, മറ്റന്നാൾ നിൻ്റെ ജീവിതം എങ്ങനെയാണ്, ഇതിനു വേണ്ടി ചരതിച്ചു വെക്കുവാനായിട്ട് നീ ശ്രമിക്കുന്നുണ്ട് എന്ന് വരികിൽ കർത്താവ് പറയുന്ന പറവുകളെ നോക്കുവിൻ, അത് കൂട്ടിവെക്കുന്നില്ല, അത് കളപ്പുരകൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ അത് ദിവസത്തേക്ക് ആവശ്യമുള്ളത് അതിന് നൽകുന്നതല്ല. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. രാവിലെ ഒരുപക്ഷെ നാം ഉണരുന്നത് അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കാം. കിളികൾ വിളിക്കുന്നതായുള്ള പാടുന്നതായുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടായിരിക്കാം. അത് നമ്മുടെ ജീവിതത്തെ ഉണർത്തുവാൻ കൊണ്ടേണ്ടിയായിട്ട് തീരണം. ദൈവം നമ്മെ പുലർത്തുന്നതായുള്ള ദൈവമാണ് എന്നത്. ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വകയിൽ നിന്ന് ടൈത്ത് കൊടുക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അനന്യാസിനെയും സഫീറയുടെയും കാര്യമാണ് ജീവിതത്തിൽ അന്വർത്തിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്. അല്പമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നതായുള്ള വ്യക്തികൾ ഞാൻ പല പള്ളികളിലും പോകുന്ന അവസരത്തിൽ കേട്ടിട്ടുണ്ട്. അവിടെ ഓരോ പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങളുടെ വരുമാനത്തിൽ ഒരു ദിവസത്തെ വേതനം എത്രയാണ് എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ഇടവദിനത്തിൽ സ്തോത്ര കാഴ്ചയായിട്ട് നൽകണം. ആരാണ് വിശ്വസ്തത കാണിക്കുന്നത്? ഞാനും നിങ്ങളെ വിധിക്കേണ്ടതായുള്ള ആവശ്യകതയില്ല. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നുണ്ട്. ഇത്രയോ ഉള്ളോ എന്നെ ചോദിക്കുന്നതായിട്ട് ദൈവം പത്രോസിലൂടെ അനന്യാസിനും സഫീറായിക്കും വെളിപ്പെടുകയാണ്. ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും വ്യാജം കാണിച്ചുകൊണ്ട് മരണത്തിന് വിധേയരായി തീരുന്നതായിട്ടുള്ള സഫീറായെയും അനന്യാസിനെയൊക്കെ കാണാനായിട്ടിടയാവുന്നത്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദോഷം ചെയ്യരുത്, വ്യാജം ചെയ്യരുത് എന്നത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യവുമാകുന്നുവല്ലോ. മിസ്പ്ലേസ്ഡ് വാല്യൂസ് ഇൻ ലൈഫ് ആർ ഓൾ സിൻ. തകടമറിയുന്നതായിട്ടുള്ള മൂല്യബോധം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊരു പക്ഷേ മറ്റുള്ളവർ അറിയുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ദൈവം നമ്മെ നോക്കി കപടഭക്തിക്കാരെ എന്നല്ലേ വിളിക്കുന്നത്. ശരിയായതും പ്ലാൻ ചെയ്യുന്നതിനായിട്ടും ജീവിതത്തെ ശിക്ഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടും ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവഹിത പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. 5, 2, 1 ഈ താലന്തുകൾ ലഭിച്ചതായുള്ള വ്യക്തികളെക്കുറിച്ച് കർത്താവിനെ പറയുന്നതായുള്ള കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് 5 താലന്ത് ലഭിച്ചവൻ നല്ലവനാണ്, വിശ്വസ്തനാണ്. 2 താലന്ത് ലഭിച്ചതായുള്ള മനുഷ്യൻ നല്ലവനാണ്, വിശ്വസ്തനാണ്. എന്നാൽ അങ്ങനെയല്ല 1 താലന്ത് ലഭിച്ചതായിട്ടുള്ള മനുഷ്യൻ. ഈ 1 താലന്ത് ലഭിച്ചതായുള്ള മനുഷ്യൻ മറ്റേ 2 പേരിൽ നിന്ന് വിഭിന്നമായിട്ട് തീരുന്നത്, എൻ്റെ ഈ യജമാനൻ, എനിക്ക് 1 താലന്ത് നൽകിയതായുള്ള യജമാനൻ അവൻ കഠിന ഹൃദയനാണ് എന്ന് ഞാൻ അറിഞ്ഞു. അവൻ വിതയ്ക്കാത്തതെന്ന് കൊയ്യുന്നതായുള്ള മനുഷ്യനാണ് എന്നത് ഞാൻ അറിഞ്ഞു. വിതറാത്തതെന്ന് ചേർക്കുന്നതായുള്ള മനുഷ്യനാണ് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി നിലത്തെ കുഴിച്ചു വെച്ചു. എന്നെ ഏൽപ്പിച്ചതായുള്ള മുഴുവൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് 1 താലന്തുമായിട്ട് മടങ്ങി വരുന്നതായുള്ള ദാസനോട് യജമാനൻ പറയുന്നത് ദുഷ്ടനും മടിയനുമായുള്ള ദാസനെ എന്നാണ്. മടി ഉണ്ടായി എന്ന് മാത്രമല്ല സൂചിപ്പിക്കുന്നത്, അലസത കാണിച്ചു എന്ന് മാത്രമല്ല. നീ ഈ അലസത കാട്ടിയതിലൂടെ ലോകത്തിന് മുൻപാകെയും ദൈവത്തിന് മുൻപാകെയും ദൈവരാജ്യത്തിന് മുൻപാകെയും ദുഷ്ടതയാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. ഈ സബ്റ്റൽ ഡിഫറൻസ് എന്താണ് എന്നത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഉള്ളത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നതിലല്ല, അത് വിനിയോഗിക്കുവാനായിട്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അത് വിനിയോഗിക്കുന്നതിലൂടെ ദൈവം നൽകുന്നതായുള്ള വിളവിനെ, സമൃദ്ധിയെ മനസ്സിലാക്കുന്നതിനായിട്ടും വീണ്ടും അതേ ദൈവഹിത പ്രകാരം വിനിയോഗിക്കുന്നതിനായിട്ടും പറയുകയാണ്. നല്ലവനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ദാസന്മാരെ അധികത്തിന് വിചാരകനാക്കുന്നതായ യജമാനെ കുറിച്ച് നാം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വസ്തതയും ദൈവം നമ്മളുടെ നല്ലതായിട്ടുള്ള ചെയ്തികളെയും മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ ചുമതലയിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും പ്രവേശിപ്പിക്കുകയാണ്. കാരണം നിന്നിലൂടെ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ നിറവേറുന്നു, നിന്നിലൂടെ ഈ ലോകം നന്നാകുന്നതിനായിട്ട് രൂപാന്തരപ്പെടുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നു എന്നത് സൂചിപ്പിക്കുകയാണ്. ഞാനൊരു ഗ്രാമപ്രദേശത്ത് വരുന്നതായിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെയൊക്കെ മാവിൽ മാങ്ങ ഉണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിൽ
ആ മാവിൽ നിന്ന് മാങ്ങ പറിക്കുന്നതായുള്ള ആളെല്ലാ മാങ്ങയും പറിക്കാറില്ല. കൊച്ചുകുട്ടിയായിരുന്നപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്നാ ആ കൊമ്പേ മാങ്ങയുണ്ടല്ലോ, അപ്പുറത്ത് മാങ്ങയുണ്ടല്ലോ, എന്നെ പറിക്കാത്തത്? പഠിപ്പില്ലാത്തതായിട്ടുള്ള മരം കയറിയായിട്ടുള്ള മനുഷ്യനോട് പറയും, അത് ഈ പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് ഈ ലോകത്തിൽ മറ്റ് ജീവിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായുള്ള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ അടുത്ത സമയത്ത് വായിക്കുണ്ടായ 2 സാഹിത്യകാരന്മാരെ ഒരുമിച്ച് കൂടി, അവർ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടിയതായതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞ അവസരത്തിൽ അവിടേക്ക് ചെന്നതായുള്ള സാഹിത്യകാരൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് പോകാം, അത് എൻ്റെ വക ഭക്ഷണമാണ്. അങ്ങനെ ഭക്ഷണത്തിനായിട്ട് അവർ എഴുന്നേറ്റ അവസരത്തിൽ ആ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ വാതിലും ജനലും ഒക്കെ അടയ്ക്കുന്നത് കാണുകയുണ്ടായി. അപ്പോൾ ചോദിച്ചു, എന്തായി, നമ്മൾ പ്രവേശിക്കുന്നതല്ല, പ്രവേശന വാതിലടച്ചാൽ മാത്രം പോരെ? അല്ല, ഞാൻ ഇന്ന് രാവിലെ കഴിച്ചതായുള്ള റൊട്ടിയുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഈ ജനലിൽ കൂടിയെല്ലാം പൂച്ച കയറി വന്ന് അതൊക്കെ തിന്നുകയും ഇവിടെയെല്ലാം ഇല്ലാതെയാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ സ്നേഹിതൻ ചോദിക്കുകയാണ്, അതിനും ജീവിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്, ജനലടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. പൂച്ച കയറിക്കോട്ടെ, പൂച്ച അത് തിന്നോട്ടെ, പൂച്ചയ്ക്കും ഭക്ഷിക്കാനായിട്ടുള്ള ആഹാരം നൽകുന്നതായിട്ട് ചുമതല ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നത് സുഹൃത്തെ സാഹിത്യകാരനോട് പറഞ്ഞതായുള്ള വേദഭാഗം ഞാൻ വായിക്കുകയുണ്ടായി. ഇന്ന് നാം ജീവിക്കുന്നതായുള്ള ഈ ലോകത്തിൽ ആർത്തി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നാം തീർന്നു പോയിട്ടുണ്ട്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വളരെയധികമായിട്ട് ആർത്തി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നിട്ടുണ്ട്. പ്രോഡിഗൽ സൺ, മുഴുവനായിട്ടുള്ള പുത്രൻ എന്ന് നാം വിശേഷിപ്പിക്കുന്നതായുള്ള വേദഭാഗം ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിലൂടെ നാം വായിക്കുമ്പോൾ അത് നാം അല്ല എന്നുള്ള രീതിയിലാണ് ഇത് വായിക്കുന്നത് മുഴുവൻ. അങ്ങനെയുള്ള ദുഷ്ടന്മാരും അങ്ങനെയുള്ളതായിട്ടുള്ള മുടിയനായിട്ടുള്ള മക്കളുമൊക്കെ ഈ ലോകത്തിലുണ്ട് എന്നുള്ള ചിത്രമാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ നമ്മൾ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നത് കർത്താവ് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള സാരോപദേശത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമോ? എൻ്റേതെല്ലാം എനിക്ക് തരുവാൻ പറയുന്നതായിട്ടുള്ള ഒരു ജനത, മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായി എൻ്റെ വിഹിതമൊക്കെ, എൻ്റെ ഓഹരിയൊക്കെ എനിക്ക് തന്നോളൂ എന്ന് പറയുന്നതായുള്ള, നിർബന്ധിച്ച് വാങ്ങിക്കുന്നതായുള്ള രീതി, കൊടുക്കുന്നില്ല എങ്കിൽ ഉപദ്രവിക്കുന്നതായുള്ള രീതികൾ, ജീവിതശൈലികൾ, എത്രയെത്ര മാതാപിതാക്കൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ കരങ്ങളിൽ നിന്നുള്ള പ്രഹരമേറ്റ് അകൽച്ച അനുഭവിച്ച് ഈ ലോകത്തിൽ ആരും ഇല്ലാത്തവരായി ജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വർണ്ണിക്കുന്നതിനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം എൻ്റേതാണ്, എനിക്കുള്ളതാണ്, എനിക്കിഷ്ടം പോലെ ചിലവാക്കാനായിട്ടുള്ളതാണ് എന്നൊക്കെ ചിന്തിക്കുന്നതായുള്ള ചിന്താഗതികൾ നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും മക്കളുടെ ജീവിതത്തിലാണെങ്കിലും കൊച്ചുമക്കളുടെ ജീവിതത്തിലാണെങ്കിലും ഉളവാകുന്നതായിട്ടുള്ള അവസരത്തിൽ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ആവശ്യമുണ്ട് എന്നത് ആയിരിക്കുന്നത് ആണ് ഹൃദയത്തിൻ്റെ നൈർമലത മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നത് നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന് 8 വർഷം മുമ്പ് ഭാരതത്തിൽ ജീവിച്ചതായുള്ള മനുഷ്യനാണ് ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധ മനുഷ്യൻ്റെ ജീവിതത്തിലെ വേദനകളെയും പ്രയാസങ്ങളെയൊക്കെ കണ്ടതായുള്ള അവസരത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം മനുഷ്യൻ്റേതായുള്ള മോഹമാണ്. ഡിസയർ ഇസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്, ഓൾ സോറോ ഇൻ ദിസ് വേൾഡ്. ഡിസയർ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നത് നാം വായിച്ചിട്ടില്ലേ? കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് വർത്തമാന പത്രത്തിൽ ഞാൻ വായിച്ചതായുള്ളൊരു വാർത്ത, ഫെഡറൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ടുള്ള ശ്യാം ശ്രീനിവാസിനെ കുറിച്ചുള്ളതായ വാർത്തയാണ്. അദ്ദേഹം കഴിഞ്ഞ 12 സംവത്സരങ്ങളായി ഫെഡറൽ ബാങ്കിന് നേതൃത്വം നൽകുന്നതായുള്ള മനുഷ്യനാണ്. ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതായുള്ള ആളുകളിലൂടെ കാണാം. 12 സംവത്സരങ്ങൾ താൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ വർഷവും ഞാൻ 100 ശാഖകൾ പുതുതായിട്ട് ഈ രാജ്യത്ത് ആരംഭിക്കുവാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതായുള്ള ആളാണ്. ഓരോ വർഷവും 100 ശാഖകൾ. ഓർത്തുകൊള്ളുക, സ്ഥിര നിക്ഷേപത്തിനായി ബാങ്കുകളിലേക്ക് ചെല്ലുന്നതായുള്ള മനുഷ്യരുടെ 100 മടങ്ങ് ഓരോ വർഷവും ഉണ്ടാവണം എന്നത് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, 2000 മുതൽ 3000 കോടി രൂപയാണ് സ്വരൂപിക്കുവാൻ്റെ കോണം ഓരോ വർഷവും എനിക്ക് സാധിക്കുന്നത്. എത്ര മിച്ചമുണ്ടാക്കും എന്നതാണ് പലപ്പോഴും നമ്മുടെ ചിന്ത. നമ്മുടെ ദേവാലയങ്ങളിൽ പോലും ഇടവുകൾ പോലും അത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്.
വളരെ അടുത്ത കാലം വരെ എത്ര സ്ഥിര നിക്ഷേപം ഇടവയ്ക്ക് നമുക്ക് മുതലായിട്ട് കൂട്ടുന്നതിനായിട്ട് കഴിയും. മിനിസ്ട്രിമാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ സ്ഥിര നിക്ഷേപത്തിലേക്ക് പണം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞാൽ വളരെയധികം വിജയിച്ചു എന്ന് ചിന്തിക്കുന്നതായുള്ള കാലഘട്ടം. എന്നാൽ രാഷ്ട്രം നമ്മോട് പറയുന്നുണ്ട്, നിൻ്റെ സ്ഥിര നിക്ഷേപങ്ങൾ നിനക്ക് ചെലവഴിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ 5 വർഷം സമയം തരും, പിന്നെ അത് ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകും. ഒരു ദേവാലയം പണിയുന്നതിന് എത്രമാത്രം കോടികളാണെന്ന് ചെലവഴിക്കുന്നത്. ഈ ദേവാലയത്തിൽ വസിക്കുന്നതായുള്ള ദൈവജനം ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി ദൈവമക്കളായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ദേവാലയത്തിൽ നിർമ്മിക്കുന്നതിനായിട്ട് നാം സ്വരൂപിക്കുന്നതായുള്ള അത്രയും തുകയെങ്കിലും സമൂഹത്തിൽ ആവശ്യത്തിലിരിക്കുന്നതായുള്ള ആളുകളെ ഉദ്ധരിക്കുവാൻ്റെ കോണം നമുക്ക് ചെലവഴിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതായിട്ട് ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകുന്നതായുള്ള ഓരോ തുകയും ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ വിനിയോഗിക്കുവാനായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടേതല്ല, ദൈവത്തിൻ്റേതാണ്. ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ വിനിയോഗിക്കുവാനായിട്ടുള്ളതാണ്. അതൊന്നും കൊണ്ട് നമുക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല എന്നത് മരണം നമ്മെ പഠിപ്പിക്കുന്നതായുള്ള സാഹചര്യത്തിൽ പോലും ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ അത് ചെലവിടുന്നവരായി നൽകിക്കൊടുക്കുന്നവരായി ജീവിക്കുവാൻ്റെ കൊണ്ടിടയാവുന്നുണ്ടോ? മദർ തെരേസ, അവരെ അമ്മയെന്നാണ് വിളിക്കുന്നത് ലോകം മുഴുവൻ. അവർ വിവാഹിതയല്ല, അവരൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുമില്ല, എന്നാലും ലോകത്തിൻ്റെ അമ്മയാണ്. എന്തുകൊണ്ട്? ഒരമ്മയിലൂടെ ലോകത്തിന് ലഭിക്കുവാൻ കഴിയുന്നതായ സ്നേഹം മുഴുവൻ യാതൊരു കലവറയും കൂടാതെ നൽകുവാൻ്റെ കോണം മദർ തെരേസയ്ക്ക് സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അവർ പറയുന്നു, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ. അവരാണ് സൗന്ദര്യമുള്ളവർ. അവളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അമ്മയുടെ ജീവിതാനുഭവം തന്നെ ഉദാഹരണമാണ്. ഒരു പ്രഭാതത്തിൽ അവരുടെ വാതിക്കൽ ചെന്ന് ഒരു കുറച്ചുകൂട്ടം ആൾക്കാരെ പറഞ്ഞു, അമ്മേ, ഞങ്ങളുടെ ഇന്ന ചേരിയിലെ കുറച്ച് ആളുകൾ കുറച്ച് ദിവസങ്ങളായി പട്ടിണിയായിട്ട് കിടക്കുന്നു, അത് ഞങ്ങൾക്കറിയാം. അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ കൊണ്ടുപോയി കൊടുക്കണം. അമ്മ ഒട്ടും താമസിച്ചില്ല, എത്രയും വേഗം കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ ചേരിയിലേക്ക് പോയി. ആ ചേരിയിൽ ഒരാളെ വിളിച്ചതിന് ശേഷം ആ സ്ത്രീക്ക് ഒരു പൊതി അവിടെയൊക്കെ നൽകുകയുണ്ടായി. അത് ലഭിച്ചതായിട്ടുള്ള ചേരിയിലെ യുവതി അമ്മയോട് പറയുന്നു, അമ്മേ, ഞാനിപ്പോൾ വരാം. എന്നിട്ട് പിന്നെ പറയുന്നതിനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, അവർ പോവുകയാണ്. പോയത് അവരുടെ വീട്ടിലേക്കല്ല, തൊട്ടടുത്ത വീട്ടിലേക്കാണ്. തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി താൻ കൊടുത്തതായിട്ടെല്ലാം അവളുടെ കയ്യിലില്ല, കുറേയൊക്കെ പോയിട്ടുണ്ട്. ചോദിച്ചു, എന്താ നീ ചെയ്തത്? ഞാൻ നിനക്കും നിൻ്റെ വീട്ടിലുള്ള ആളുകൾക്കും വിശപ്പടക്കുവാൻ ആവശ്യമായുള്ള ആഹാരം മാത്രമേ നൽകിയുള്ളല്ലോ. അവൾ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളുമൊക്കെ ഇങ്ങനെ പട്ടിണി ഇവിടെ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതേ സ്ഥിതിയിലാണ് എൻ്റെ അയൽവക്കത്തും ആൾക്കാരെ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ എനിക്ക് ആഹാരം നൽകിയതായുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് എനിക്ക് അവർക്ക് കൊടുക്കാതെ തന്നെ ഭക്ഷിക്കുവാനായിട്ട് കഴിയുന്നത്? മദർ തെരേസ പറയുന്നത്, ദ പുവർ ആർ ബ്യൂട്ടിഫുൾ. പാവപ്പെട്ടതായുള്ള ആളുകളുടെ ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. പ്രൊഫസർ മുഹമ്മദ് യൂനസ് നോബൽ ലൊറേറ്റാണ്, ബംഗ്ലാദേശിന് വന്നതായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം പറയുന്നുണ്ട്, പോവേർട്ടി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പുവർ. പോവേർട്ടി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ പുവർ. പിന്നെ ആരാണ്? അവിടെയാണ് നാം ഓരോരുത്തരും കുനിക്കേണ്ടതായിട്ട് വരുന്നത്. ഇന്ന് ഈ ലോകത്തിൽ ഒരുത്തരെ ദരിദ്രനായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ്. ഇന്ന് ഈ ലോകത്ത് പാവപ്പെട്ടതായുള്ള ആളുകളെ ഒരു സമൂഹം സൃഷ്ടിക്കുന്നത് നാം കാണുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആ സമൂഹമാണ്. വർത്തമാനകാലത്തിലെ സമൂഹം തന്നെ, പഴയ കാലത്തൊന്നും പറയണ്ട. ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? ഒബുണ്ടോ എന്ന് പറയുന്നതായിട്ടുള്ളൊരു വാക്ക് ആഫ്രിക്ക പ്രദേശത്തുണ്ട്. അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അവരെ പഠിക്കുന്നതിനായിട്ട് പോയതായുള്ള ഒരു ആന്ത്രപ്പോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞൻ, അവിടെ ചെന്ന അവസരത്തിൽ ഈ കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് കുറച്ച് കുട്ടികളെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആ ദൂരെ കാണുന്നതായിട്ടുള്ള മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ കുറേയേറെ മിഠായി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓടിപ്പോയി ആദ്യം അത് എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അത് പെറുക്കിയെടുക്കാം. അവരുടെ കണ്ണിനെ അതിശയിപ്പിച്ചതായുള്ള കാഴ്ച ഈ വന്നതായുള്ള കുട്ടികളുടനെ നിരനിരയായിട്ട് നിന്നിട്ട് കൈകോർത്ത് പിടിച്ചു. അവരൊരുമിച്ചാണ് അവിടേക്ക് പോയത്, ഒരുമിച്ചാണ് എല്ലാം കൂടെ എടുത്ത്, ഒരുമിച്ചാണ് അത് പങ്കിട്ട് അനുഭവിപ്പാൻ്റെ കൊണ്ടിടയായത്. ഇപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞങ്ങളെ ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മൂല്യബോധം ഇതാണ്, ഞങ്ങളുടെ സംസ്കാരം ഇതാണ്. എന്നെ കേൾക്കുന്നതായുള്ള വിശ്വാസികളെ, എൻ്റെ കൾച്ചറൽ മൂറിങ്സാണ്, എൻ്റെ സാംസ്കാരികമായിട്ടുള്ള വേരുകളാണ്.
ഇന്ന് ഈ സമൂഹത്തിന് നൽകിക്കൊടുക്കുവാൻ്റെ കോണം ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുന്നതായുള്ള നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്, നിർവഹിപ്പാനായിട്ട് കഴിയുന്നത്. ഉദാഹരണങ്ങളില്ലാഞ്ഞിട്ടല്ല, ഉദാഹരണങ്ങൾ കാണാഞ്ഞിട്ടുമല്ല. ഇവിടെയുള്ളതായിട്ടുള്ള സ്കൂള്, ഇവിടെയുള്ളതായുള്ള കോളേജ്, ഇവിടെയുള്ളതായുള്ള ആശുപത്രി, എത്രയെത്രയോ സ്ഥാപനങ്ങൾ ഈ ഡയസിസിൽ കാണാനായിട്ട് കഴിയുന്നു, സഭയിൽ കാണുന്നതിനായിട്ട് കഴിയുന്നു. പൂലാത്തിലെ പുതിയ കെട്ടിടം നിർമ്മിച്ചതായുള്ള സാഹചര്യത്തിലാണ് യോഹന്നാൻ മാർത്തോമാ തിരുമേനി അവിടെ കൂടിയതായുള്ള സദസ്സിനോട് പറഞ്ഞത്, ഭവനമില്ലാത്തതായുള്ള ഒരാൾക്ക് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ ഇന്ന് നൽകിയിട്ടല്ലാതെ ഈ പുതിയ പൂലാത്തിലെ പ്രവേശിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ ഭവനദാന പദ്ധതി. ഇന്നും തീർന്നിട്ടില്ല. ഇന്നും നമ്മൾ ഭവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അർത്ഥം ഭവനമില്ലാത്തതായ ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആളുകളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമുക്കുള്ളതിനെ പകുത്തു കൊടുക്കുവാൻ്റെ കോണം ഇടയായി തീരേണ്ടതായുള്ള എത്രയോ സാദൃശ്യങ്ങളാണ്, എത്രയോ ഉദാഹരണങ്ങളാണ് സഭയിലൂടെയും അതിൻ്റെ ദൗത്യത്തിലൂടെയും മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും മിനിസ്ട്രിയിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. നമ്മുടെ മന്ദിരങ്ങളിൽ ഒന്നാണല്ലോ കൊട്ടാരക്കര മന്ദിരം എന്ന് പറയുന്നത്. ആ മന്ദിരത്തിൽ അടുത്ത സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് 1-2 ആളുകൾ സന്ദർശിക്കുന്നതിനായിട്ട് വന്നിരുന്നു. നല്ലൊരാളുടെ ഡോക്ടറാണ്. ഈ മന്ദിരത്തെ എങ്ങനെയാണ് വയോജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തീകരിക്കുവാൻ കഴിയുന്നത് എന്നത് മനസ്സിലാക്കി ഉപദേശം നൽകുന്നതിനായി, നിർദ്ദേശം നൽകുന്നതിനായി വന്നതായുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ താമസിപ്പിക്കുന്നതിനായിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാം എന്ന് പറഞ്ഞ അവസരം അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്കിവിടെയുള്ള ഏതെങ്കിലും ഒരു മുറി തന്നാൽ മതി, ഞാനിവിടെ താമസിച്ചോളാം. അദ്ദേഹം അവിടെ താമസിക്കുന്നതിനായിട്ട് ലാളിത്യം കാട്ടി എന്നത് മാത്രമല്ല, അദ്ദേഹം രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റു. എത്ര പേര് 5 മണിക്ക് എഴുന്നേക്കൊന്നും എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹത്തിന് നല്ല ശമ്പളം കിട്ടുന്നതായുള്ള മനുഷ്യനാണ്, നല്ല സ്ഥാനത്തിരിക്കുന്നതായുള്ള മനുഷ്യനാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹം ജീവിക്കുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ അദ്ദേഹം രാവിലെ 5-ന് എഴുന്നേറ്റതായുള്ള അവസരത്തിൽ അവിടെയുള്ള ഹോസ്പീസിൽ പ്രയാസം അനുഭവിക്കുന്നതായുള്ള ആളുകളെ കാണുകയുണ്ടായി. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് കുറിച്ച അവസരത്തിൽ, അതിപ്പോൾ വായിക്കുന്നതിന് എനിക്കിടയായിട്ട് തീർന്നു, ഞാനിങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നതായിട്ടുള്ള അവസരത്തിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാലി വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് സാലിയെ കാണണം. സാലി അറിയിച്ചോ, ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ്, എനിക്ക് സാലിയെ കാണണം. അവിടെ നിന്ന് ആളുകൾക്ക് ഈ മനുഷ്യനെയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യാശ നൽകുവാൻ്റെ കാരണം പറഞ്ഞു. കളവാണ്. സാലിയോട് പറഞ്ഞിട്ടുണ്ട്, സാലി എത്രയും വേഗം വരും. ഇതാ പറഞ്ഞത്. സാലി വന്നില്ല, അതാണ് വേറൊരു ഭാഗം. എന്നാൽ ഈ മനുഷ്യൻ്റെ പ്രയാസങ്ങളെ കേട്ടതായിട്ടുള്ള അവസരത്തിൽ വേറൊരു ബെഡിൽ കിടന്നതായിട്ടുള്ള അരയ്ക്ക് താഴേക്ക് തളർന്നതായിട്ടൊരു വ്യക്തി പെട്ടെന്ന് അവിടുന്ന് ഞരങ്ങി തൻ്റെ വീൽ ചെയറിൽ കയറി ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ഈ മനുഷ്യന് ആവശ്യമായുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശുശ്രൂഷ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നത് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടൊരിടമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളുടെ മന്ദിരമാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ആരാണ് ഈ വീൽ ചെയറിൽ വന്നത്? അവൾ BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നതായുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് ഒരു മനുഷ്യനുമായിട്ട് സ്നേഹബന്ധമുണ്ടായി. അതിലവർ തെറ്റിയതായിട്ടുള്ള അവസരത്തിൽ അവൾ പഠിക്കുന്നതായുള്ള ഹോസ്റ്റലിനെ അവളെ തള്ളി താഴേക്ക് ഇടുവാനായിട്ട് അവളെ തള്ളി താഴെയിട്ടു. താഴേക്ക് വീണ് തൻ്റെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗമെല്ലാം നിശ്ചലമായി. അവൾക്ക് പിന്നീട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുന്നതിനായിട്ട് വിദേശത്ത് പോകുന്നതിനായിട്ട് സാധിക്കാത്തതായുള്ള രീതിയിൽ വാതിലെല്ലാം അടയ്ക്കപ്പെട്ടു. നീ എന്താണ് ഇങ്ങനെ ഈ വീൽ ചെയറിൽ ജീവിക്കുന്നത് എന്നത് ചോദിച്ച അവസരത്തിൽ ഈ പഴയ കഥകളെല്ലാം പറയുന്നതിനായിട്ട് അവൾക്കിടയായിട്ട് തീർന്നുവെങ്കിലും അവൾ പറഞ്ഞു, ഞാൻ ഇപ്രകാരം വീൽ ചെയറിൽ ഇവിടെ ആയിരിക്കുന്നത് അവനെന്നെ തള്ളിയിട്ടത് കൊണ്ടല്ല, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ഉന്മേഷത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ്റെ കൊണ്ടും ദൈവം നമ്മെ ഓരോരുത്തരെ അനുവദിക്കുമ്പോൾ അതില്ലാതെ പോകുന്നതായുള്ള ആളുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് കുറിച്ചിടാറില്ല. എന്നാൽ ഇവിടെ ഇതാ ഒരു ഉദാഹരണം, ജീവിക്കുന്നതായുള്ള ഉദാഹരണം.
എന്നെ തള്ളിയിട്ട് കൊല്ലുന്നതിനായിട്ട് ശ്രമിച്ചതായുള്ളൊരു മനുഷ്യനാണെങ്കിലും എനിക്ക് ഇപ്രകാരം വീൽ ചെയറിൽ മാത്രമേ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിനായിട്ടും ജീവിക്കുന്നതിനായിട്ടും കഴിയുകയുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് ഞാൻ വന്നത് അവൻ കാരണമല്ല. ദൈവം എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല എന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ദൈവം ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ഒരു അച്ഛൻ ഇന്ന് കറ്റാനം ആശുപത്രിയിലെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കോവണിയിൽ കയറിയതായുള്ള അവസരത്തിൽ തെന്നി താഴെ വീണതാണ്, ഫ്ലാറ്റായി. കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. തല അനക്കുവാനായിട്ട് കഴിയുമോ എന്നത് സംശയകരമായിരുന്നു. അവിടെയുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞ് അദ്ദേഹത്തെ വെല്ലൂർ ആശുപത്രിയിലാക്കി. വെല്ലൂർ ആശുപത്രിയിൽ തന്നെ അദ്ദേഹം സൗഖ്യമായിട്ട് തിരികെ വന്നു. സംസാരിക്കുന്നതിന് സാധിക്കുന്നു. വീൽ ചെയറിൽ മാത്രമേ നടക്കാനായിട്ട് കഴിയുള്ളൂ. എന്നാൽ വീൽ ചെയറിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹം കറ്റാനത്തുള്ള നമ്മുടെ ആശുപത്രിയിൽ ചാപ്ലൈനായിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും കുർബാന ചൊല്ലും. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് രോഗികളുടെ അടുത്തേക്ക് പോകുന്നതിനായിട്ട് സാധിക്കും വീൽ ചെയറിലൂടെ. ഇതുതന്നെയാണ് വെല്ലൂർ CMCയിലെ ഡോക്ടർ മേരി വർഗീസിനുണ്ടായതായുള്ള അനുഭവം. ഓസ്ട്രേലിയയിൽ വരെ പോയി പഠിച്ചതായുള്ള വ്യക്തിയാണ്. എന്നാൽ ഓരോ രോഗിയെയും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായി രോഗിയുടെ അടുത്ത് പോവുകയും വീൽ ചെയറിൽ ഈ ഡോക്ടറെ ആശുപത്രിയിലെ തിയേറ്ററിലേക്ക് പോകുന്നത് ഈ രോഗി കാണുകയും ചെയ്തതായുള്ള അവസരത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ വ്യഥകളിലും എല്ലാ വിഷമതകളിലും എല്ലാ പ്രയാസങ്ങളിലും കൂടിയിരിക്കുന്നതായുള്ള ഒരു ദൈവമാണ് ഉള്ളത് എന്നത് നാം മറക്കരുത്. വളരെയധികം മോഹന സ്വപ്നങ്ങളുമായിട്ടാണ് നാം എല്ലാം ഈ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. എന്നാൽ ജീവിതത്തിൻ്റേതായ അനുഭവം നമ്മെ തളർത്തിക്കളയുമോ? അതോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതനുഭവത്തിലും ദൈവത്തിൽ പരിപൂർണ്ണ ആശ്രയമുള്ളവരായി എൻ്റെ ദൈവം എനിക്ക് മതി എന്ന് പറയുന്നതായുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനായിട്ട് പഠിക്കുന്നതിനായിട്ട് സാധിക്കുമോ? ഏത് നിലയിലും ആയിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, എൻ്റെ യേശു എനിക്ക് മതി എന്ന് പറയുവാനായിട്ടിടയാവണം. എൻ്റെ ദൈവം നല്ലവനാണ് എന്ന് പറയുന്നതിനായിട്ടിടയാവണം. എൻ്റെ ദൈവം ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ല, തള്ളുകയുമില്ല എന്ന് പറയുന്നതിനായിട്ടിടയാവണം. ആ ദൈവത്തിൽ ആശ്രയമുള്ളവരായി ജീവിപ്പാൻ അത്രയും നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഓർക്കേണ്ടതാണ്. Are you disappointed about your life? Or are you more proud about your life? Your life circumstances? ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ തളടിയായി പോകുന്നവരുണ്ട്. ഇതൊന്നും തന്നെ ഓർക്കാതെ ജീവിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവിടെയെല്ലാം നാം കൂട്ടിവെക്കുന്നതായിട്ടുള്ള സമ്പത്തല്ല നമുക്ക് ആധാരമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവ് പറയുന്നത് ഒരു വാർണിംഗ് ആണ്. തുടർന്നാണ് കർത്താവ് പറയുന്നത്, വിചാരപ്പെടരുത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വിചാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിവയെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതെല്ലാം നിനക്ക് കിട്ടും എന്ന് പറയുകയാണ്. സമ്പത്തിൽ ആശ്രയിക്കുന്നതായുള്ള മനുഷ്യർ ധാരാളമുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എല്ലാവരും അടുത്ത സമയത്ത് മനസ്സിലാക്കിയതാണല്ലോ PT7 എന്ന് പറയുന്നതായുള്ള ഒരു ആനയെ തളച്ചിട്ടതായിട്ടുള്ള അനുഭവം. അതിനോടുകൂടി വന്നതായുള്ള വാർത്ത ഞാൻ വായിച്ചപ്പോൾ ഒരു കാട്ടാനയെ മെരുക്കിയെടുത്ത് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ്റെ കാരണം ആവശ്യമായിരിക്കുന്നതായിട്ടുള്ള ദിവസങ്ങൾ 1 വർഷവും 15 ദിവസവുമാണ് എന്നതത്രേ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവ രൂപീകരണത്തിന് വിധേയപ്പെട്ട് ആ സ്വഭാവം ദുഷിച്ചതായിട്ട് തീരുമ്പോൾ ആ സ്വഭാവ ദോഷത്തിൽ നിന്ന് മാറിട്ട് വരുവാനായിട്ട് അനേക സമയവും സാഹചര്യവും ഡിസിപ്ലിനും എല്ലാം ആവശ്യമുണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ്. 1 വർഷവും 15 ദിവസവും കൊണ്ടാണ് ഒരു കാട്ടാനയെ മെരുക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയുന്നതിന് സമയമുണ്ട്, സമയം എടുക്കേണ്ടതായിട്ടുണ്ട്. നാളെയാകുന്നു എന്ന് വിചാരിച്ചാൽ നാളെ ആർക്കാണ് കിട്ടുക? ആർക്ക് അത് ചോദിച്ചു വാങ്ങുവാനായിട്ട് സാധിക്കും? ദൈവം തരുന്നതായുള്ള ആയുസ് മാത്രമേ ജീവിക്കുന്നതിനായിട്ട് കഴിയുകയുള്ളൂ എന്നത് ഓർക്കേണ്ടത്. എവിടെയാണ് കർത്താവ് പറയുന്നത്? നിങ്ങൾക്ക് 2 യജമാന്മാരെ സേവിപ്പാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾക്ക് 2 യജമാന്മാരെ സേവിപ്പാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും സേവിപ്പാനായിട്ട് കഴിയുകയില്ല.
ജീവിതത്തിൻ്റെ ധനം കൂട്ടിവെക്കുന്നതായുള്ള ആർജനത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തിൽ അതിൽ നമ്മുടെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ വീണു പോകുന്നതായുള്ള സാഹചര്യങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നതായുള്ള 2 വേദഭാഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, പാറമേൽ വീട് പണിതതായുള്ള മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ബുദ്ധിമാനാണ്. എന്താണ് എതിര് പറയുന്നത്? മണലിൽ വീട് വെച്ചതായുള്ള മനുഷ്യൻ. എവിടെയാണ് ജീവിതത്തെ കെട്ടിപ്പടുത്തി ഉയർത്തുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. മറ്റൊന്നേ പറയുന്നത്, വിളക്ക് കത്തിച്ച് മണവാളിനെ എതിരേൽപ്പാനായി പുറപ്പെട്ട 10 കന്യകമാരെക്കുറിച്ചാണ്. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു എന്നത്. വിളക്കെടുത്തു, എണ്ണയെടുത്തില്ല. ജാഗ്രത പുലർത്തേണ്ടതായുള്ള അവസരത്തിൽ ജാഗ്രത പുലർത്താനായിട്ട് കഴിയാതെ പോയതായുള്ള സാഹചര്യം, വീണു പോകുന്നതായുള്ള സന്ദർഭമാണ് എന്നത് കർത്താവ് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്താണ് പ്രിയരെ നാം ചെയ്യേണ്ടത്? എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതലിനെ നാം മനസ്സിലാക്കി അത് ഓർമ്മയുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടിടയാകണം. ഓരോ ദിവസവും ദൈവം നമ്മെ കരുതുന്നതാണ് എന്ന ഓർമ്മയോടുകൂടി ജീവിക്കുന്നതിനായിട്ടിടയായിട്ട് തരണം. അന്നന്നത്തേക്കുള്ള ആഹാരം ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നതിനായിട്ടല്ലേ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്? അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നവരായിട്ട് ജീവിപ്പാനായിട്ടിടയാവണം. മൂന്നാമതായി, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായുള്ള കാര്യങ്ങൾ നിറവടിയായിട്ട് നിറവേറ്റുന്ന, പ്രവർത്തിക്കുന്ന, യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന മക്കളായിട്ട് ജീവിപ്പാൻ കൊണ്ടിടയാകണം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവ കരുതലിനെ ഓരോ ദിവസവും അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കണം. രണ്ടാമതായിട്ട്, അന്നന്നേക്കുള്ള ആഹാരം നൽകുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചോദിച്ച് വാങ്ങി അത് ആഹരിക്കുന്നതിനിടയാവണം. മൂന്നാമത്, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ചെയ്യേണ്ടതായുള്ള ധർമ്മം നിറവേറ്റുവാൻ തക്കവണ്ണം നാം താല്പര്യപ്പെടണം. നിൻ്റെ നിക്ഷേപമുള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കും. കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ ഭാഗ്യവാന്മാരെക്കുറിച്ച് പറയുന്നതായുള്ള വർണ്ണനയെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നതായുള്ള വിശ്വാസിയെ ദൈവത്തെ കണ്ട് ജീവിപ്പാനായിട്ടിടയാവുന്നത് ജഡികമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിലൂടെയല്ല, ലൗകികമായിട്ടുള്ള ജീവിതത്തിന് അടിമകളായിട്ട് തീരുന്നതിലൂടെയല്ല, ദൈവവിഷയമായി സമ്പന്നരായിട്ട് ജീവിക്കുന്നതിലൂടെയാണ്. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ ഈ കൺവെൻഷനിലൂടെയും നമ്മളുടെ ജീവിതത്തിലൂടെയും എല്ലായ്പ്പോഴും സാധ്യമായി തീരണമേ എന്നാഗ്രഹിച്ച് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.